ഒരു ഗ്രോസറി സ്റ്റോറിൽ മരിയ തന്റെ മൂത്ത സഹോദരി ഏഷ്യയോട് മിഠായി വേണമെന്ന് ചോദിക്കുന്നു. എന്നാൽ ന്യൂയോർക്കിലേക്ക് പോകാൻ പണം ലാഭിക്കേണ്ടതിനാൽ ഏഷ്യ അത് നിരസിക്കുന്നു. അവരുടെ അമ്മ മരിച്ചുവെന്നും ഇപ്പോൾ അവർ തങ്ങളുടെ ഉപദ്രവകാരിയായ പിതാവിൽ നിന്ന് രക്ഷപ്പെടുകയാണെന്നും വ്യക്തമാകുന്നു. മരിയ ഇപ്പോൾ സുരക്ഷിതയാണെന്ന് ഏഷ്യ ഉറപ്പു നൽകുകയും തന്റെ ബേർഡ് ടാറ്റു കുത്തിയത് കാണിച്ചുകൊണ്ട് തങ്ങൾ ഇനി ഒരിക്കലും കൂട്ടിലടയ്ക്കപ്പെടില്ലെന്ന് പറയുകയും ചെയ്യുന്നു. ഏഷ്യ തിരിയുമ്പോൾ മരിയ മിഠായി മോഷ്ടിക്കുന്നു. ആ നിമിഷം അവരുടെ അച്ഛൻ കടയിൽ പ്രവേശിക്കുന്നു. അതിനാൽ പെൺകുട്ടികൾ ഒരു ഷെൽഫിന് പിന്നിൽ ഒളിക്കുന്നു. അവർ പുറകിലുണ്ടെന്ന് കണ്ടതായി മാനേജർ അയാളോട് പറയുന്നു. അതിനാൽ അയാൾ അവരെ തിരയാൻ തുടങ്ങുന്നു. അയാൾ ഷെൽഫിനടുത്തെത്തുമ്പോൾ അവർ ഉപേക്ഷിച്ച ബാസ്ക്കറ്റ് മാത്രമേ കാണുന്നുള്ളൂ. പെൺകുട്ടികൾ കടയിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ മരിയ മോഷ്ടിച്ച മിഠായി അലാറം മുഴയ്ക്കുന്നു. മാനേജർ പോലീസിനെ വിളിക്കുമ്പോൾ അച്ഛൻ പെൺകുട്ടികളെ പുറത്തേക്ക് പിന്തുടരുന്നു. അയാളുടെ സുഹൃത്ത് കാറുമായി വന്ന് പെട്ടെന്ന് അവരെ തടയുന്നു. അതിനാൽ ഏഷ്യയ്ക്ക് തന്റെ തോക്ക് പുറത്തെടുക്കേണ്ടി വരുന്നു. അവളുടെ അച്ഛൻ എന്നിട്ടും അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നു. ഏഷ്യയ്ക്ക് അയാളെ വെടിവെക്കേണ്ടി വരുന്നു. പോലീസ് എത്തുമ്പോൾ ആ മനുഷ്യൻ മരിയയുടെ കാലിൽ പിടിക്കുന്നു. അല്പം മടിച്ചതിനു ശേഷം ഏഷ്യ തോക്ക് വലിച്ചെറിഞ്ഞ് ഓടിപ്പോകുന്നു. 10 വർഷത്തിനു ശേഷം ന്യൂയോർക്കിൽ ഏഷ്യ വിർജിൽ ഹോട്ടലിലെത്തുന്നു. വാതിലിന് മുകളിലുള്ള വിചിത്രമായ അലങ്കാരം ശ്രദ്ധിക്കുന്നു. ലില്ലി വാതിൽ തുറക്കുമ്പോൾ പുതിയ വേലക്കാരിയായ ഇസബെല്ലായി ഏഷ്യ സ്വയം പരിചയപ്പെടുത്തുന്നു. ഫോൺ കോളിലൂടെ കേട്ടതിൽ നിന്ന് അവളുടെ ശബ്ദം വ്യത്യസ്തമാണെന്ന് ലില്ലി കരുതുന്നു. അതിനാൽ ഏഷ്യ ഒരു വ്യാജ ID കാണിക്കുകയും തനിക്ക് ജലദോഷമാണെന്ന് പറയുകയും ചെയ്യുന്നു. ഏഷ്യ അകത്തു വന്നതിന് ശേഷം വാതിലിലെ സങ്കീർണമായ ലോക്കുകൾ പ്രവർത്തിപ്പിക്കാൻ ലില്ലി ഒരു കീ കാർഡ് ഉപയോഗിക്കുന്നു. വിർജിൽ 1923 നിർമ്മിച്ചതാണെന്നും അന്നത്തെ അയൽപ്പക്കം കൂടുതൽ അപകടകരമായിരുന്നുവെന്നും അതിനാൽ ഈ ലോക്കുകൾ ആ കാലത്തെ ഓർമ്മപ്പെടുത്തലുകളാണെന്നും അവർ വിശദീകരിക്കുന്നു. ഇന്നിത് മാൻഹട്ടനിലെ ഏറ്റവും എക്സ്ക്ലൂസീവായ സ്ഥലങ്ങളിലൊന്നാണ്. താമസക്കാർക്ക് പൂർണ്ണ സ്വകാര്യത വാഗ്ദാനം ചെയ്യുന്നതിനാൽ ഫോൺ കൈമാറാൻ ലില്ലി ഏഷ്യയോട് ആവശ്യപ്പെടുന്നു. ലോബിയിൽ കുറച്ച് അതിഥികളുണ്ട്. അതിനാൽ അതിവേഗം വളരുന്ന ആന്റി ഏജിംഗ് കോസ്മെറ്റിക്സിന്റെ ഉടമയായ ഷാരോണിന് ലില്ലി ഏഷ്യയെ പരിചയപ്പെടുത്തുന്നു. ഏഷ്യ മഴ നനഞ്ഞിരിക്കുന്നത് ഷാരോൺ ശ്രദ്ധിക്കുകയും അവൾക്കൊരു ജാക്കറ്റ് നൽകുകയും ചെയ്യുന്നു. അവളുടെ കണ്ണിലെ ചതവിനെക്കുറിച്ചും അവർ ചോദിക്കുന്നു. അതിനാൽ താൻ ഷവറിൽ വീണതാണെന്ന് ഏഷ്യ പറയുന്നു. തുടർന്ന് ലില്ലി ഏഷ്യയെ അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. താഴത്തെ നില മുഴുവൻ ജീവനക്കാർക്കാണെന്ന് വിശദീകരിക്കുന്നു. ചില വേലക്കാർ ഒരു വലിയ മേശയിലിരുന്ന് അത്താഴം കഴിക്കുന്നത് ഏഷ്യ കാണുന്നു. അവർക്ക് വിചിത്രമായ രൂപമാണെന്ന് അവൾക്ക് തോന്നുന്നു. പെട്ടെന്ന് ഡേമിയൻ എന്ന പയ്യൻ ഏഷ്യയെ പിഗ്ഗി പപ്പി എന്ന് വിളിക്കുന്നു. അതിനാൽ ലില്ലി അവനെ ശകാരിച്ചയക്കുന്നു. വേലക്കാരിൽ ഒരാൾക്ക് അവളുടെ ഡെഡിക്കേഷന് റിവാർഡ് നൽകുന്നതിനാൽ ജീവനക്കാർ ഒരു ചെറിയ ആഘോഷം നടത്തുകയാണെന്ന് അവർ ഏഷ്യയോട് പറയുന്നു. ഒടുവിൽ ഏഷ്യയുടെ മുറിയിലെത്തുമ്പോൾ ലില്ലിയുടെ ഭർത്താവ് റേ അവിടെയുണ്ട്. താൻ ചപ്പുചവറുകൾ എടുക്കുകയാണെന്ന് അയാൾ പറയുന്നു. പുതുതായി വന്നവരിൽ നിന്ന് വിട്ടുനിൽക്കാൻ ലില്ലി അയാളെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ അയാൾ ഒരു പരിഹാസത്തോടെ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ലില്ലി ഏഷ്യയോട് ഇന്ന് രാത്രി വിശ്രമിക്കാൻ പറയുന്നു. നാളെ അവൾക്ക് താക്കോലും ഹോട്ടൽ മുഴുവൻ കാണാനുള്ള അവസരവും ലഭിക്കും. പിന്നീട് ഏഷ്യ കുളിക്കുന്നു. ഷവറിലെ നീരാവി കാരണം കണ്ണാടി മങ്ങുന്നു. പെട്ടെന്ന് ദേ വിൽ കിൽ യു, അവർ നിന്നെ കൊല്ലും എന്ന സന്ദേശം കണ്ണാടിയിൽ തെളിയുന്നു. പക്ഷേ ഏഷ്യ പുറത്തു വരുന്നതിന് മുമ്പ് അത് അപ്രത്യക്ഷമാകുന്നു. ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ വെന്റിലേഷനിൽ നിന്ന് ശ്വാസമെടുക്കുന്നത് പോലെയുള്ള വിചിത്രമായ ശബ്ദം അവൾ കേൾക്കുന്നു. സൂക്ഷിച്ചു നോക്കാൻ അവൾ ഒരു കസേരയിൽ കയറുന്നു. പക്ഷെ ഒരു മുഖം കണ്ട് ഞെട്ടി അവൾ താഴെ വീഴുന്നു. അപ്പോൾ ഏഷ്യ ഒരു സ്ത്രീ ചിരിക്കുന്നത് കേൾക്കുന്നു. അതിനാൽ അവൾ മുറിക്ക് പുറത്തിറങ്ങുന്നു. പക്ഷേ ഇടനാഴി ശൂന്യമാണ്. ലൈറ്റുകൾ ഓരോന്നായി അണയുന്നു. പെട്ടെന്നൊരു നൈറ്റ് ലൈറ്റ് തെളിയുന്നു. ആരോ തന്റെ പിന്നിലൂടെ നടക്കുന്നത് ഏഷ്യ ശ്രദ്ധിക്കുന്നു. പക്ഷേ അവൾ സംസാരിക്കുമ്പോൾ ആരും മറുപടി നൽകുന്നില്ല. ഭയന്ന അവൾ തിരികെ മുറിയിൽ പോയി വാതിൽ പൂട്ടി ഒരു കസേര കൊണ്ട് തടയുന്നു. അർദ്ധരാത്രിയിൽ ഏഷ്യ ഉറങ്ങുമ്പോൾ ആരോ അവളുടെ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കസേര കാരണം അത് തടസ്സപ്പെടുന്നു. ആ വ്യക്തി വെന്റിലേഷനിലൂടെ വന്ന് ഫ്രിഡ്ജിന് പിന്നിലെ രഹസ്യപാതയിലൂടെ മുറിക്കുള്ളിൽ പ്രവേശിക്കുന്നു. അയാൾ ഒരു പന്നി മാസ്ക് ധരിച്ചിട്ടുണ്ട്. ഏഷ്യയുടെ പാദം നക്കാൻ അനുവദിക്കുന്ന ഒരു സുഷിരം അതിലുണ്ട്. അവൻ അവളുടെ തലയ്ക്ക് അടുത്തേക്ക് വരുമ്പോൾ അവന്റെ ഉമിനീർ അവളുടെ മുഖത്ത് വീഴുന്നു. ഇത് ഏഷ്യയെ ഞെട്ടിച്ചുണർത്തുന്നു. മുറിയിൽ ആരെയും ഏഷ്യ കാണുന്നില്ല. പക്ഷേ അവളുടെ കവിളിൽ ഉമിനീർ കാണുന്നു. കട്ടിലിനടിയിൽ പരിശോധിക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. അവൾ എഴുന്നേറ്റിരിക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ അവളുടെ മുഖത്ത് ക്ലോറോഫോം കലർന്ന തുണി അമർത്തുന്നു. ഏഷ്യ തിരിച്ചടിക്കുകയും അവനെ കണ്ണാടിയിലിടിച്ച് മേശപ്പുറത്തേക്ക് വീഴ്ത്തി അവന്റെ കഴുത്ത് ഒടിക്കുകയും ചെയ്യുന്നു. ഭിത്തിയിൽ ചില വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നു. അതിനാൽ ഏഷ്യ ഇഴഞ്ഞു നീങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷേ ക്ലോറോഫോം കാരണം അവളുടെ ശരീരം തളർന്നിരിക്കുന്നു. മറ്റൊരു മാസ്ക് ധരിച്ച വ്യക്തി വെന്റിലേഷനിൽ നിന്ന് വന്ന് ഫ്രിഡ്ജ് മാറ്റുന്നു. ഏഷ്യ ടേബിളിലെത്തി ലാമ്പിന്റെ വയറുകൾ പറിച്ച് മാറ്റിയ ശേഷം ബോധരഹിതയാകുന്നു. അക്രമികൾ അവരുടെ മാസ്കുകൾ മാറ്റുന്നു. അത് കെവിനും ഷാരോണുമാണെന്ന് വെളിപ്പെടുന്നു. ആദ്യത്തെയാൾ എന്തിനാണ് അവർക്കായി കാത്തിരിക്കാത്തതെന്ന് കെവിൻ അത്ഭുതപ്പെടുന്നു. ആക്രമിക്കുന്നതിന് മുമ്പ് അയാൾ വേലക്കാരോട് നോട്ടി കാണിക്കാറുണ്ടെന്ന് ഷാരോൺ പറയുന്നു. കെവിൻ കസേര മാറ്റുന്നു. അപ്പോൾ മാസ്ക് ധരിച്ച 2 അതിഥികൾ കൂടി ഉള്ളിൽ വരുന്നു. ഷാരോൺ ഏഷ്യയെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവൾ പെട്ടെന്ന് ഉണരുന്നു. വയറുകളിൽ കടിച്ചതിലൂടെ ഉണ്ടായ ഷോക്ക് അവളെ പൂർണ്ണമായും ഉണർത്തുകയും ഷാരോണിനെ പിന്നിലേക്ക് തെറിപ്പിക്കുകയും ചെയ്യുന്നു. പുരുഷന്മാർ ഞെട്ടി നിൽക്കുമ്പോൾ ഏഷ്യ തന്റെ ക്ലോസറ്റിൽ ഒളിക്കാൻ ഓടുന്നു. ആദ്യത്തെ അക്രമി ഉടൻ ഉണരുന്നു. ഷാരോൺ മേശ തകർക്കുന്നു. അതിന്റെ കാലുകൾ ആയുധങ്ങളായി ഉപയോഗിക്കാൻ അവർ തീരുമാനിക്കുന്നു. കെവിൻ ക്ലോസറ്റ് തുറക്കുമ്പോൾ ഏഷ്യ ഒരു വാൾ ഉപയോഗിച്ച് ഉടൻ തന്നെ അവന്റെ തല വെട്ടുന്നു. അവൾ തന്റെ സ്യൂട്ട് കേസിൽ കുറെ ആയുധങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്.
ഷാരോൺ അവളുടെ കയ്യിൽ നിന്ന് ഷോട്ട്ഗൺ തട്ടിയെടുക്കുന്നതിനു മുമ്പ് അവൾ മറ്റൊരുവനെ വെടിവെച്ചിടുന്നു. തുടർന്ന് ഏഷ്യ ഷാരോണിനെ ഒരു കവചമായി ഉപയോഗിച്ച് ബാക്കിയുള്ള അതിഥികളുമായി വീണ്ടും പോരാടുന്നു. ചില വെട്ടുകളിലൂടെയും വേഗത്തിലുള്ള നീക്കങ്ങളിലൂടെയും അവൾ അവരെയെല്ലാം വീഴ്ത്തുന്നു. അവരിൽ ഒരാൾ വേഗത്തിൽ സുഖം പ്രാപിച്ച് അവളുടെ ഷോട്ട്ഗൺ എടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഏഷ്യ അവന്റെ കാലും കൈയും ഒരേ സമയം വെട്ടിമാറ്റുകയും അവന്റെ വായയിലൂടെ തല പിളരുകയും ചെയ്യുന്നു. അവൾ ഷോട്ട്ഗൺ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും ആയുധം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. പോരാട്ടം തുടരുന്നു. ഏഷ്യ ഷാരോണുമായി പോരാടി കട്ടിലിനടിയിൽ ഒളിക്കുന്നു. പെട്ടെന്ന് അവൾ മാട്രസ് ഒരു കവചമായി ഉപയോഗിച്ച് പുറത്തേക്ക് ചാടുന്നു. അതിലൂടെ പലതവണ കുത്തി ആ മനുഷ്യനെ കൊല്ലുന്നു. ഷാരോൺ അവളുടെ ആക്രമണം ഒഴിവാക്കി ഷോട്ട്ഗൺ എടുക്കുന്നു. അവൾ മെത്തയിലൂടെ വെടിയുതിർക്കുന്നു. ഏഷ്യ അത് ഒഴിഞ്ഞുമാറുന്നു. വെടിയുണ്ട തീർന്നതിനാൽ ഷാരോണിന് വീണ്ടും വെടിവെക്കാൻ കഴിയുന്നില്ല. അവൾ ഷോട്ട്ഗൺ ഏഷ്യയുടെ നേരെ എറിയുന്നു. ഏഷ്യ അത് പിടിച്ച് തിരിച്ചെറിഞ്ഞ് അവളെ വീഴ്ത്തുന്നു. സ്ത്രീകൾ തമ്മിലുള്ള പോരാട്ടം തുടരുമ്പോൾ ഒരാൾ കത്തി എറിയുന്നു. ഏഷ്യ ഷാരോണിനെ മാറ്റുന്നതിലൂടെ കത്തി അവളുടെ പുറത്ത് തറയ്ക്കുന്നു. ഏഷ്യ അവളെ വീഴ്ത്തിക്കൊല്ലുന്നു. അവസാനത്തെ ആൾ ഓടിപ്പോകുന്നു. ഏഷ്യ അവനെ ഇടനാഴിയിലേക്ക് പിന്തുടർന്ന് കുത്തുന്നു. ആ സമയം ലില്ലി കൈയടിച്ചുകൊണ്ട് അവിടെ എത്തുന്നു. ഏഷ്യ കള്ളം പറയുകയായിരുന്നുവെന്ന് ലില്ലി മനസ്സിലാക്കുകയും വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഏഷ്യയുടെ അച്ഛൻ വെടിയേറ്റതിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്നും മരിയയെ വീണ്ടും അയാളുടെ സംരക്ഷണയിലാക്കിയെന്നും ഏഷ്യ പിടിക്കപ്പെട്ട് ജയിലിലായെന്നും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അവിടെ നടന്ന നിരവധി വഴക്കുകളിലൂടെ അവൾ ഒരു മികച്ച പോരാളിയായി മാറി. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഏഷ്യ തന്റെ സഹോദരിയെ കണ്ടെത്താൻ ഒരു ഇൻവെസ്റ്റിഗേറ്ററെ ഏൽപ്പിച്ചു. വിർജിലിൽ ജോലി ചെയ്തിരുന്ന വേലക്കാർ പലപ്പോഴായി അപ്രത്യക്ഷമാകാറുണ്ടെന്നും മരിയ അവിടെ ജോലി ചെയ്തിരുന്നുവെന്നും അയാൾ കണ്ടെത്തി. അവിടെ നിയമിക്കപ്പെട്ട ജീവനക്കാരെല്ലാം ന്യൂനപക്ഷക്കാരോ അനധികൃത കുടിയേറ്റക്കാരോ അല്ലെങ്കിൽ അഗതികളോ ആയിരുന്നു. ധനികരായ അതിഥികൾ പണം നൽകി ഒതുക്കിയതിനാൽ പോലീസ് ഒരിക്കലും അന്വേഷിച്ചില്ല. ഇസബൽ എന്ന സ്ത്രീയെ വേലക്കാരിയായി നിയമിച്ചതായും അന്വേഷകൻ കണ്ടെത്തി. അതിനാൽ ഏഷ്യ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവളെ സന്ദർശിച്ച് അവളുടെ ഐഡന്റിറ്റി എടുത്തു. നിലവിൽ താൻ സഹോദരിക്ക് വേണ്ടിയാണ് ഇവിടെ വന്നതെന്നും തനിക്ക് സത്യം അറിയണമെന്നും ഏഷ്യ ലില്ലിയോട് പറയുന്നു. തനിക്കും ഒരു കുടുംബത്തെ നോക്കാനുണ്ടെന്നും അവർക്ക് പ്രത്യേക ആവശ്യങ്ങളുണ്ടെന്നും ലില്ലി വിശദീകരിക്കുന്നു. ആ നിമിഷം ഏഷ്യ കൊന്ന ആളുകൾ അവളുടെ മുറിയിൽ നിന്ന് പുറത്തുവരുന്നു. കെവിൻ സ്വന്തം തലയും മറ്റേയാൾ തന്റെ കാലും കൈയും വഹിച്ചുകൊണ്ടാണ് വരുന്നത്. അവർ മുറിഞ്ഞ ശരീരഭാഗങ്ങൾ യഥാസ്ഥാനത്ത് വയ്ക്കുന്നു. ചർമ്മം ഉടൻ തന്നെ അവയെ വീണ്ടും കൂട്ടിച്ചേർക്കുന്നു. പെട്ടെന്നൊരു മെയ്ഡ് പുറത്തുവന്ന് ഏഷ്യയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഏഷ്യ പെട്ടെന്ന് അവളെ കുത്തുന്നു. മെയ്ഡ് കത്തിയിൽ പിടിക്കുകയും ഏഷ്യയെ പിടികൂടിയെന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നു. ഏഷ്യ കത്തി വിട്ടു നൽകി മറ്റൊരു മുറിയിൽ ഒളിക്കുന്നു. അമ്മയെ ഉപദ്രവിച്ചതിന് ഡേമിയൻ അവളെ ചീത്ത വിളിക്കുന്നു. അതേസമയം ഏഷ്യ വാതിൽ തടയാനായി ഒരു ഡെസ്ക് നീക്കിവെക്കുന്നു. ഡേമിയൻ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അവളുടെ പുറത്തു കുത്തുമ്പോൾ ഏഷ്യ അവനെ ഇടിച്ച് ബോധം കെടുത്തുന്നു. കോറിഡോറിൽ വെച്ച് മെയ്ഡിന് വീണ്ടും ജീവൻ വരുമ്പോൾ രക്തമെല്ലാം വൃത്തിയാക്കണമെന്ന് അവളോട് പറയാൻ ലിലി പറയുകയും കത്തി കൈക്കലാക്കുകയും ചെയ്യുന്നു. തുടർന്ന് കെട്ടിടം ലോക്ക്ഡൌൺ ചെയ്തിരിക്കുകയാണെന്നും അതിനാൽ സഹകരിക്കണമെന്നും അവൾ ഏഷ്യയോട് പറയുന്നു. ഏഷ്യ ഒരു കണ്ണാടി ഉടച്ച് അതിന്റെ കഷ്ണം ഉപയോഗിച്ച് തന്റെ പുറം നോക്കി സ്ക്രൂ ഡ്രൈവർ ഊരുന്നു. അവൾ ജനൽ തുറക്കാൻ ശ്രമിക്കുകയും ഒരു കസേരയെടുത്ത് എറിയുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. അവൾ ഫ്രിഡ്ജ് മാറ്റി നോക്കുന്നുണ്ടെങ്കിലും അവിടെ രഹസ്യവഴികളൊന്നുമില്ല. വെന്റ് തുറക്കാനും സാധിക്കുന്നില്ല. ഏഷ്യ ഒരു കാർപ്പറ്റ് തട്ടിമാറ്റുമ്പോൾ ഒരു ട്രാപ്പ് ഡോർ കണ്ടെത്തുകയും ഉടൻ തന്നെ രക്ഷപ്പെടാനായി ടണലിലേക്ക് ചാടുകയും ചെയ്യുന്നു. അവൾ ഇഴഞ്ഞു നീങ്ങുമ്പോൾ ആരോ വരുന്ന ശബ്ദം കേട്ട് ആൾ പോകുന്നതുവരെ സീലിംഗിൽ ഒളിച്ചിരിക്കുന്നു. തുടർന്ന് അവൾ മുന്നോട്ട് നീങ്ങുകയും മുകളിൽ നിന്ന് ശബ്ദം കേൾക്കുമ്പോൾ നിൽക്കുകയും ചെയ്യുന്നു. അവളെ പിടികൂടുന്നതിൽ പരാജയപ്പെട്ടതിന് ആ സംഘം പരസ്പരം കുറ്റപ്പെടുത്തുകയും ഇമ്മോർട്ടാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. ഏഷ്യ അടുത്തേക്ക് ചെല്ലാൻ ശ്രമിക്കുമ്പോൾ ഒരു ദ്വാരത്തിലൂടെ വിരലിടുകയും അത് അബദ്ധത്തിൽ ഒരു ഷെൽഫിലെ ബുക്ക് നീങ്ങാൻ കാരണമാവുകയും ചെയ്യുന്നു. വില്ലന്മാർ അത് കേട്ട് ഷെൽഫ് തുറക്കുമ്പോൾ ഏഷ്യ വേഗത്തിൽ അത് അടയ്ക്കുന്നു. എന്നാൽ ലിലി ചുവരിലൂടെ കുത്താൻ തുടങ്ങിയതോടെ അവൾക്ക് ഓടേണ്ടി വന്നു. ഇതിനിടയിൽ അവളുടെ കയ്യിൽ മുറിവേൽക്കുന്നു. കൊലയാളികൾ പണി തീർക്കാനായി ടണലിലേക്ക് കടക്കുന്നു. എന്നാൽ ഏഷ്യ മുറിവേറ്റ കൈവലിച്ചെടുത്ത് വീണ്ടും ഓടുന്നു. അവളെ ജീവനോടെ വേണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ലിലി സംഘത്തെ അയക്കുന്നു. പുതിയൊരു വേട്ട ആരംഭിക്കുന്നു. ഏഷ്യ കഴിയുന്നത്ര വേഗത്തിൽ ഇഴയുന്നുണ്ടെങ്കിലും ഷാരൺ അവളുടെ കണങ്കാലിൽ പിടിക്കുന്നു. ഏഷ്യ അവളെ ചവിട്ടുകയും അവർ തമ്മിൽ ഇടികലരുകയും ചെയ്യുന്നു. ഒടുവിൽ ഏഷ്യ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഷാരണിന്റെ കയ്യിൽ കുത്തുന്നു. തുടർന്ന് അവളുടെ നെഞ്ചിൽ പലതവണ കുത്തുന്നു. ഷാരൺ മരിച്ചുവെന്ന് ഉറപ്പായതോടെ ഏഷ്യ അവളുടെ പക്കൽ നിന്ന് ഷോട്ട്ഗണ്ണും ആമോയും എടുത്തു പോകുന്നു. നിർഭാഗ്യവശാൽ ഷാരോൺ ഉണരുകയും അവളെ വീണ്ടും പിടിക്കുകയും ചെയ്യുന്നു. അവൾ അവളുടെ മേൽ കയറിയിരിക്കുമ്പോൾ ഏഷ്യ വെടിയുതിർത്ത് അവളുടെ തല തെറിപ്പിക്കുന്നു. ശബ്ദം കേട്ട് കെവിൻ അങ്ങോട്ട് വരുമ്പോൾ തലയില്ലാത്ത ഷാരോണിന്റെ ശരീരമുണർന്ന് ഏഷ്യയെ പിന്തുടരുന്നത് തുടരുന്നു. അവർ കുറച്ചുനേരം ഓടുന്നുണ്ടെങ്കിലും ഒടുവിൽ ഷാരോൺ മരവിച്ചു നിൽക്കുന്നു. ഏഷ്യ തന്റെ ഷോട്ട്ഗൺ ഉയർത്തുമ്പോഴേക്കും ഷാരൺ ഓടിപ്പോകുന്നു. പെട്ടെന്ന് റേ ഏഷ്യയെ പിടിക്കുകയും കെവിൻ കാണുന്നതിനു മുമ്പ് ഒരു ഇരുണ്ട വഴിയിലേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്യുന്നു. കെവിൻ പോയതിനു ശേഷം കണ്ണാടിയിൽ സന്ദേശം എഴുതിയത് താനാണെന്ന് റേ വെളിപ്പെടുത്തുന്നു. ഈ ഹോട്ടൽ 100 വർഷമായി നിലനിൽക്കുന്ന സാത്താന്റെ ഒരു ക്ഷേത്രമാണെന്നും എന്നാൽ ഈ കുടുംബം അതിലും പഴക്കമുള്ളതാണെന്നും അവൻ വിശദീകരിക്കുന്നു. സ്ഥാപകർ സാത്താനുമായി ആശയവിനിമയം നടത്താനുള്ള വഴി കണ്ടെത്തുകയും ഒരു കരാർ ഉണ്ടാക്കുകയും ചെയ്തു. മനുഷ്യബലിക്ക് പകരം ഇമ്മോർട്ടാലിറ്റി അഥവാ ഒരിക്കലും മരിക്കാത്ത അവസ്ഥ. ഒരാളുടെ പേര് പട്ടികയിൽ ഉള്ളിടത്തോളം കാലം എത്ര തവണ കൊല്ലപ്പെട്ടാലും അവർ മരിക്കില്ല. ഒരു ചെറിയ കഷ്ണം തൊലി മാത്രം മതി അവർക്ക് പുനർജനിക്കാൻ.
അംഗങ്ങളെല്ലാം പണക്കാരാണ്. അവർ ഹോട്ടലിലെ രഹസ്യങ്ങൾ സംരക്ഷിക്കാൻ പണം ഉപയോഗിക്കുന്നു. അവർ സാധാരണക്കാരെ സ്റ്റാഫായി നിയമിക്കുന്നത് അവരെ യാതൊരു പ്രത്യാഘാതവുമില്ലാതെ കൊല്ലാനാണ്. എങ്കിലും ചിലർക്ക് കുടുംബത്തിൽ ചേരാൻ അവസരം നൽകാറുണ്ട്. ആരെങ്കിലും തെറ്റോ ചതിയോ ചെയ്താൽ അവരുടെ പേര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്യും. ഇന്നത്തെ ബലിക്ക് അവർക്ക് ഏഷ്യയെ ജീവനോടെ വേണം. ഇരുവരും ടണലിലൂടെ ഇഴഞ്ഞു നീങ്ങുമ്പോൾ ഷാരോണിന്റെ കണ്ണ് അവരെ പിന്തുടർന്നു. അടുത്ത നിലയിൽ ഏഷ്യ വെന്റിലൂടെ ഒരു വലിയ സംഘം അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് കാണുന്നു. ഇമ്മോർട്ടാലിറ്റി ഈ പണക്കാരെ ബോറടിപ്പിക്കുന്നുവെന്നും അതിനാൽ ഓരോ നിലയും ഓരോ വിനോദത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണെന്നും റേ വിശദീകരിക്കുന്നു. ഒടുവിൽ അവർ ഒരു മെയ്ഡിനെ പൂട്ടിയിട്ടിരിക്കുന്ന മുറിയിലേക്ക് ഇറങ്ങുന്നു. അത് മരിയയാണെന്ന് കണ്ട് ഏഷ്യ അത്ഭുതപ്പെടുന്നു. ഈ കെട്ടിടം ഒരു കൾട്ടാണെന്നും അവളെ രക്ഷിക്കാനാണ് താൻ വന്നതെന്നും ഏഷ്യ പറയുന്നു. എന്നാൽ മരിയയ്ക്ക് അത് നേരത്തെ അറിയാമായിരുന്നു. ഏഷ്യ ജയിലിലായിരുന്നപ്പോൾ മരിയ തന്നെ ദുരുപയോഗം ചെയ്ത ഒരാളുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്നതായി ഒരു ഫ്ലാഷ്ബാക്ക് കാണിക്കുന്നു. ഒരു രാത്രി അവൾ വെർജിലിന്റെ ജോലി പരസ്യം കണ്ട് ഉടൻ അവിടം അപേക്ഷിച്ചു. അടുത്ത തവണ അവൾ ഉണർന്നപ്പോൾ കൾട്ട് അംഗങ്ങളാൽ ചുറ്റപ്പെട്ടിരുന്നു. അവൾ അടുത്ത ബലിയാകേണ്ടതായിരുന്നു. എന്നാൽ മോഷ്ടിച്ചതിന് ഒരു മെയ്ഡിനെ പിടികൂടിയതിനാൽ ആ ജോലി മരിയയ്ക്ക് നൽകാൻ ലിലി തീരുമാനിച്ചു. അവൾ അത് സ്വീകരിച്ചു. നിലവിൽ തന്നെ ഉപേക്ഷിച്ചു പോയതിന് മരിയ ഏഷ്യയെ കുറ്റപ്പെടുത്തുകയും ഇത് തന്റെ വീടാണെന്ന് പറയുകയും ചെയ്യുന്നു. സഹോദരിമാർ പരസ്പരം അധിക്ഷേപിക്കുകയും ഒടുവിൽ ഏഷ്യ മരിയയെ ഇടിച്ച് ബോധം കെടുത്തുകയും ചെയ്യുന്നു. പുറത്തു കടക്കാനുള്ള വഴി ചോദിക്കുമ്പോൾ മേൽക്കൂരയിലെ ഫയർ ലാഡർ മാത്രമാണ് ഏക പോംവഴിയെന്നും അതിനായി അപകടകരമായ 9ാം നിലയിലൂടെ കടന്നു പോകണമെന്നും റേ പറയുന്നു. ഈ ഹോട്ടലിലെ ജീവിതം അടുത്തതിനാൽ റേ അവളെ സഹായിക്കാൻ സമ്മതിക്കുന്നു. പെട്ടെന്ന് ഷാരോണിന്റെ കണ്ണ് വെന്റിൽ നിന്ന് വീഴുകയും ഏഷ്യ അത് ചതയ്ക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ കെവിൻ ഷാരോണിന്റെ ശരീരം കണ്ടെത്തുന്നു. അവളുടെ കണ്ണ് കണ്ട കാര്യങ്ങളെല്ലാം അവൾക്കറിയാമായിരുന്നു. ഏഷ്യയുടെ പദ്ധതിയെക്കുറിച്ച് അവൾ ആംഗ്യങ്ങളിലൂടെ കെവിനോട് പറയുകയും അവനത് കൂട്ടുകാർക്ക് ടെക്സ്റ്റ് അയക്കുകയും ചെയ്യുന്നു. രണ്ടുപേർ ഏഷ്യയെ തേടി മുറിയിലേക്ക് വരുമ്പോൾ അവൾ അവർക്ക് നേരെ വെടിയുതിർക്കുന്നു. തുടർന്ന് ഏഷ്യ മരിയയെ എടുത്തുകൊണ്ട് റേയോടൊപ്പം ഓടുന്നു. ലിലി, കെവിൻ എന്നിവർ അവരെ പിന്തുടരുന്നു. കോറിഡോറിൽ വെച്ച് ചില പെൺകുട്ടികളെ കാണുമ്പോൾ റേ അവരെ പിന്തുടരുന്നവർക്ക് നേരെ എറിയുന്നു. അവൻ അവരെ തടഞ്ഞു നിർത്തുകയും ഏഷ്യ മരിയയെ ഡം വെയ്റ്ററിൽ കയറ്റി രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. കെവിൻ അത് തുറക്കുമ്പോഴേക്കും സഹോദരിമാർ പോയിരുന്നു. അതിനാൽ അവൻ റേയെ പിടികൂടുന്നു. കിച്ചണിൽ വെച്ച് ഏഷ്യ മരിയയെ പുറത്തെടുക്കുമ്പോൾ അബദ്ധത്തിൽ ഒരു പാത്രം താഴെയിടുന്നു. ആ ശബ്ദം കേട്ടൊരു കൾട്ടിസ്റ്റ് വരികയും അവൾ പാത്രങ്ങൾക്ക് പിന്നിൽ ഒളിക്കുകയും ചെയ്യുന്നു. അയാൾ ഡം വെയ്റ്ററിൽ നിന്ന് ഷോട്ട്ഗൺ എടുത്ത് സഹോദരിമാരെ കണ്ടെത്തുന്നു. ഏഷ്യ സ്വയം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. അയാൾ ശക്തനായതിനാൽ അവളെ മർദ്ദിക്കുന്നു. എന്നാൽ മരിയ ഒരു ഫയർ ആക്സ് കൊണ്ട് അയാളുടെ തല തകർക്കുന്നു. ലിലിയുടെ മുറിയിൽ വെച്ച് എന്തിനാണ് തങ്ങളെ ഒറ്റിക്കൊടുത്തതെന്ന് അവൾ റേയോട് ചോദിക്കുന്നു. പഴയ കാലത്ത് തെരുവിലെ ചീത്ത മനുഷ്യരെ ഒഴിവാക്കി താൻ സമൂഹത്തെ സഹായിക്കുകയാണെന്ന് കരുതിയിരുന്നുവെന്നും എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ജോലി തേടിവരുന്ന നിരപരാധികളായ സ്ത്രീകളെയാണ് ഇവർ കൊല്ലുന്നതെന്നും അവൻ പറയുന്നു. അവരും പണ്ടൊന്നുമല്ലാത്തവരായിരുന്നുവെന്നും ഈ കൾട്ടാണ് അവർക്ക് വീട് നൽകിയതെന്നും ലിലി ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ റേയ്ക്ക് ഇതൊരു ജയിലാണ്. അറിയിപ്പ് നൽകാൻ സമയമായതിനാൽ കെവിൻ ഇടപെടുന്നു. അതിനാൽ പതുക്കെ തല വളർന്നു വരുന്ന ഷാരോണിന്റെ കാവലിൽ റേയെ വിട്ട് ലിലി പോകുന്നു. ബ്രോഡ്കാസ്റ്റ് സിസ്റ്റമിലൂടെ എല്ലാ എലിവേറ്ററുകളും പ്രവർത്തനരഹിതമാക്കിയെന്നും ഏഷ്യയുടെ ചിത്രം ഗ്രൂപ്പ് ചാറ്റിൽ അയച്ചിട്ടുണ്ടെന്നും ലിലി അറിയിക്കുന്നു. എല്ലാ കൾട്ടിസ്റ്റുകളും മെയ്ഡ്മാരും ആയുധങ്ങളുമായി ഏഷ്യയെ തിരയണമെന്നും എന്നാൽ അവളെ ജീവനോടെ പിടിക്കണമെന്നും അവൾ ഉത്തരവിടുന്നു. കിച്ചണിൽ വെച്ച് മാരിയ അക്രമിയെ കെട്ടിയിടുകയും സ്റ്റാഫിന്റെ ശ്രദ്ധ തിരിക്കാമെന്നും അതിനാൽ ഏഷ്യയ്ക്ക് എലിവേറ്റർ ഷാഫ്റ്റിലൂടെ രക്ഷപ്പെടാമെന്നും പറയുന്നു. മരിയ പോയതിനു ശേഷം ഒരു സ്ത്രീയുടെ നിലവിളി കേട്ട് ഏഷ്യ ഷോട്ട്ഗണും ആക്സും എടുത്ത് അന്വേഷിക്കാൻ പോകുന്നു. ഡൈനിംഗ് റൂമിൽ വെച്ച് ഒരു കൾട്ട് മെമ്പർ അവളുടെ മേൽ ചാടുമ്പോൾ അവൾ വെടിയുതിർക്കുന്നു. മേശകൾക്ക് പിന്നിൽ ഒളിച്ചിരുന്ന പലരും ഓടിപ്പോകുന്നു. ഇരുട്ടിന്റെ ആനുകൂല്യം മുതലെടുത്ത് അവർ അവളുടെ ചുറ്റും കൂടി ഷോട്ട്ഗൺ കൈക്കലാക്കുകയും അവളെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നു. വേദനയും പരിഭ്രാന്തിയും കൊണ്ട് തളർന്ന ഏഷ്യ അവിടെ നിന്ന് ഓട്ടി രക്ഷപ്പെടുന്നു. കോറിഡോറിൽ വെച്ച് ഏഷ്യ ഒരു ആൽക്കഹോൾ കാർട്ടിൽ തട്ടുന്നു. അവൾ ഒരു ടവലെടുത്ത് വിസ്കിയിൽ മുക്കി കോടാലിക്ക് ചുറ്റും കെട്ടുന്നു. തുടർന്ന് അതിന് തീയിടുന്നു. അവൾ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ മരിയയെ തങ്ങൾ പിടികൂടിയതായി കൾട്ട് അംഗങ്ങൾ വെളിപ്പെടുത്തുന്നു. ദേഷ്യം വന്ന ഏഷ്യ മുറിയിലേക്ക് ഇരച്ചുകയറി കൾട്ട് അംഗങ്ങളെ ആക്രമിക്കാൻ തുടങ്ങുന്നു. തീയുടെ വെളിച്ചമുള്ളതിനാൽ അവൾ ഇപ്പോൾ കൂടുതൽ നന്നായി പോരാടുന്നു. അവൾ ഓരോരുത്തരെയായി തീയിടുകയും ചുറ്റുമുള്ള ഫർണിച്ചറുകൾ തന്റെ നേട്ടത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഒരുവൻ അവളെ മേശയിലേക്ക് തള്ളിയിടുമ്പോൾ അവൾ അവന്റെ പാദത്തിന്റെ പകുതി മുറിച്ചു മാറ്റുകയും അവനെ മർദ്ദിക്കുകയും ചെയ്യുന്നു. ഒരാൾ ഷോട്ട്ഗൺ എടുക്കുമ്പോൾ ഏഷ്യ ഒരു മേശയെ കവചമായി ഉപയോഗിച്ച് വലിയൊരു ചാട്ടം നടത്തുന്നു. ആ വെടിമേശയെ തകർക്കുന്നു. എന്നാൽ ഏഷ്യ അതിലൂടെ വന്ന് അവനെ രണ്ടായി വെട്ടുന്നു. സ്പ്രിംഗ്ലേഴ്സ് ഒടുവിൽ പ്രവർത്തിക്കുമ്പോൾ തങ്ങൾ യഥാർത്ഥത്തിൽ നല്ല മനുഷ്യരാണെന്ന് അവകാശപ്പെടുന്ന ഒരാളുടെ മേൽ ഏഷ്യ ചവിട്ടുന്നു. പെട്ടെന്നൊരു വെടിയൊച്ച കേൾക്കുന്നു. ഏഷ്യ തിരിഞ്ഞു നോക്കുമ്പോൾ ഷോട്ട്ഗണുമായി മരിയ നിൽക്കുന്നു. അവൾ തന്റെ സഹോദരിയെ കെട്ടിപ്പിടിക്കുകയും തന്റെ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അവർ ഒരുമിച്ച് പോകാൻ സമ്മതിക്കുന്നു. കൊല്ലപ്പെട്ടവർ പുനർജീവിക്കാൻ തുടങ്ങുന്നതിനാൽ സഹോദരിമാർ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവർ എലിവേറ്റർ വാതിലുകൾ ബലമായി തുറന്ന് ശത്രുക്കൾ കാണുന്നതിന് മുമ്പ് ഷാഫ്റ്റിലേക്ക് കയറുന്നു. താൻ ജയിലിൽ വെച്ചാണ് പോരാടാൻ പഠിച്ചതെന്നും അച്ഛനോടൊപ്പം താമസിക്കുന്നതിനേക്കാൾ നല്ലത് അതായിരുന്നുവെന്നും ഏഷ്യ മരിയയോട് വിശദീകരിക്കുന്നു.
തങ്ങളുടെ അച്ഛൻ 2 വർഷം മുമ്പ് ക്യാൻസർ ബാധിച്ച് മരിച്ചുവെന്ന് മരിയ വെളിപ്പെടുത്തുന്നു. ഇത് കേട്ട് മരിയയെ ഉപേക്ഷിച്ചു പോയതിൽ ഏഷ്യ മാപ്പ് ചോദിക്കുന്നു. ഇതിനിടയിൽ ഡൈനിംഗ് റൂം കോടാലികൊണ്ട് പൂട്ടിയിരിക്കുന്നത് ലില്ലി ശ്രദ്ധിക്കുകയും ഉടൻ തന്നെ അത് നീക്കം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ കൾട്ട് സാവധാനം ജീവനിലേക്ക് തിരിച്ചുവരുന്നത് അവൾ കാണുന്നു. അവൾ എല്ലാവരെയും ഓരോ മുറിയിലും തിരയാൻ അയക്കുന്നു. ഒടുവിൽ എലിവേറ്റർ വാതിലുകളിൽ കുറച്ച് രക്തം കാണുന്നു. ശബ്ദം കേട്ട സഹോദരിമാർ ഷാഫ്റ്റിലെ ഗോവണിയിലൂടെ മുകളിലേക്ക് കയറാൻ തുടങ്ങുന്നു. ഉടൻ തന്നെ ഒരാൾ അവർക്ക് പിന്നാലെ വരുന്നു. ഏഷ്യ വെടിയുതിർക്കുന്നുണ്ടെങ്കിലും അവൻ എല്ലാ വെടിയുണ്ടകളിൽ നിന്നും ഒഴിഞ്ഞുമാറുന്നു. ഏഷ്യയ്ക്ക് ഇപ്പോൾ റീചാർജ് ചെയ്യേണ്ടതുണ്ട്. അവൾ ഏതാണ്ട് വെടിയുണ്ടകൾ താഴെയിടുന്നു. ഭാഗ്യവശാൽ മരിയ അത് പിടിക്കുന്നു. അടുത്ത വെടിയുണ്ട ഷോട്ട്ഗണിൽ കുടുങ്ങി അത് ഉപയോഗശൂന്യമാകുന്നു. അതിനാൽ ഏഷ്യ അത് ആ മനുഷ്യന് നേരെ എറിയുന്നു. 9ാം നിലയിൽ വാതിലുകൾ തുറക്കുന്നു. മറ്റൊരു കൾട്ടംഗം പെൺകുട്ടികളെ പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവർ അവനെ താഴേക്ക് തള്ളിയിടുന്നു. താഴെ വീഴുന്ന ആൾ ഗോവണിയിലുള്ള പങ്കാളിയെ തട്ടിയിടുന്നു. അവന്റെ ശരീരം എലിവേറ്റർ റൂഫിന് മുകളിൽ വീണ് തകരുന്നു. സഹോദരിമാർ 9ാം നിലയിൽ എത്തുമ്പോൾ ലില്ലിയും ജോലിക്കാരും മുഴുവൻ കൾട്ടും അവിടെ കാത്തുനിൽക്കുന്നത് കാണുന്നു. അവർക്ക് തന്നെ ജീവനോടെ വേണമെന്ന് മനസ്സിലാക്കിയ ഏഷ്യ മരിയയെ വിട്ടയച്ചില്ലെങ്കിൽ സ്വയം മരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ ലില്ലി അവളെ പരിഹസിക്കുന്നു. മരിയയും ഡെവിളുമായി കരാർ ഒപ്പിട്ടതായി വെളിപ്പെടുന്നു. ഇസബെല്ലയായിരുന്നു അവളുടെ ആദ്യത്തെ ബലി. പക്ഷേ ഏഷ്യ വന്നതിനാൽ മരിയയ്ക്ക് സമയം അതിക്രമിച്ചു. ഇന്ന് രാത്രി അവൾ ആരെയും ബലി നൽകിയില്ലെങ്കിൽ അവൾ മരിക്കും. സഹോദരിമാരെ പിടികൂടാൻ ലില്ലി തന്റെ ആളുകളോട് പറയുന്നു. ഏഷ്യ തിരിച്ചു പോരാടുന്നു. ഒടുവിൽ ഷാഫ്റ്റിൽ വീഴുന്നുണ്ടെങ്കിലും ഒരു കൾട്ട് അംഗം അവളുടെ കാലിൽ പിടിക്കുന്നതിലൂടെ അവൾ രക്ഷപ്പെടുന്നു. അവൻ അവളെ തിരികെ 9ാം നിലയിലേക്ക് കൊണ്ടുപോകുന്നു. ലില്ലി അവളുടെ വയറ്റിൽ കുത്തുന്നു. പിന്നീട് സംഘം സഹോദരിമാരെ മേൽക്കൂരയിലുള്ള ആരാധനാലയത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ മെഴുകുതിരികൾക്കിടയിൽ ഒരു വടിയിൽ പന്നിയുടെ തലയിരിക്കുന്നു. ലില്ലി ഏഷ്യയുടെ കുറച്ച് രക്തം നൽകുമ്പോൾ സാത്താൻ ജനലിലൂടെ വന്ന് പന്നിയുടെ തലയിൽ പ്രവേശിക്കുന്നു. അത് രക്തത്തിന്റെ ഗന്ധം പിടിക്കുകയും റിച്വൽ തുടങ്ങാൻ പറയുകയും ചെയ്യുന്നു. ഏഷ്യയാണ് പുതിയ ബലിയെന്നും മരിയയും റേയും വഞ്ചകരാണെന്നും സംഘം വിശദീകരിക്കുന്നു. പന്നിയുടെ തൊലിയിലുള്ള ലിസ്റ്റിൽ നിന്ന് റേയുടെ പേര് സാത്താൻ നീക്കം ചെയ്യുന്നു. തുടർന്ന് റേയെ കൊല്ലാൻ ലില്ലിയോട് പറയുന്നു. ലില്ലി നിരസിക്കാൻ ശ്രമിക്കുമ്പോൾ അവളെ കൊല്ലുമെന്ന് അത് ഭീഷണിപ്പെടുത്തുന്നു. റേയുമായി സ്നേഹത്തിന്റെ അവസാന വാക്കുകൾ പങ്കുവച്ച ശേഷം ലില്ലി അവന്റെ കഴുത്തറുക്കുന്നു. റേയുടെ ശരീരം ചപ്പുചവറുകളിലേക്ക് എറിഞ്ഞ ശേഷം മരിയ സാത്താനോട് മാപ്പ് ചോദിക്കുകയും മറ്റൊരവസരം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കൾട്ടിൽ ചേരുന്നതിനായി സ്വന്തം പേരെഴുതാനും ഏഷ്യയെ കൊല്ലാനും സാത്താൻ അവളോട് പറയുന്നു. മരിയ പന്നിയുടെ തലയിൽ എഴുതുന്നു. തുടർന്ന് തന്റെ സഹോദരിയുടെ അടുത്തേക്ക് തിരിഞ്ഞ് തനിക്ക് കൂടുതൽ സമയം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുവെന്നും ഇതാണ് ഏക പോംവഴിയെന്നും പറയുന്നു. പെട്ടെന്ന് മരിയ സ്വയം ജീവനൊടുക്കുന്നു. ഏഷ്യ അവളുടെ അരികിൽ വീണ് മാപ്പ് ചോദിക്കുന്നു. മരിയയുടെ മരണത്തിനു മുൻപ് കൾട്ടിനെ തോൽപ്പിക്കാൻ മരിയ അവളോട് ആവശ്യപ്പെടുന്നു. മരിയ പന്നിയുടെ തലയിൽ ഏഷ്യയുടെ പേരാണ് എഴുതിയതെന്നും അവളുടെ ബലി കണക്കാക്കുമെന്നും സാത്താൻ സ്ഥിരീകരിക്കുന്നു. അതിനാൽ ഏഷ്യ ഇപ്പോൾ ഇമ്മോർട്ടലായി മാറുന്നു. ഏഷ്യ വേഗത്തിൽ തന്റെ പേരുള്ള തൊലിക്കഷ്ണം മുറിച്ച് പോക്കറ്റിലിടുന്നു. മുറിവുകളെല്ലാം ഉണങ്ങിയ ശേഷം അവൾ ഒരാളുടെ തലയിലേക്ക് കത്തിയെറിയുന്നു. അടുത്തതായി 2 പേർ അവളെ ആക്രമിക്കുന്നു. അതിനാൽ ഏഷ്യ ചങ്ങല ഉപയോഗിച്ച് ഒരാളെ പിടിച്ച് സീലിംഗിൽ കെട്ടിത്തൂക്കുന്നു. അതേ ചങ്ങല ഉപയോഗിച്ച് അവൾ മറ്റൊരാളെ കെട്ടിയിട്ട് കുത്തുന്നു. കെവിനും അവളെ ആക്രമിക്കുന്നു. ഏഷ്യ അവനെ ഭിത്തിയിൽ തറയ്ക്കുന്നു. ഷാരോൺ അവളുടെ പിന്നാലെ വരുമ്പോൾ ഏഷ്യ പെട്ടെന്ന് അവളുടെ തലയറുത്ത് ചപ്പുചവറുകളിലേക്ക് എറിയുന്നു. ആ നിമിഷം ആദ്യത്തെ ആൾ പുനരുജ്ജീവിക്കുന്നു. അതിനാൽ ലില്ലി അവന്റെ തലയിൽ നിന്ന് കത്തിയെടുത്ത് ആക്രമിക്കുന്നു. പക്ഷേ ഏഷ്യ അവളെ ഒരൊറ്റ അടിയിൽ വീഴ്ത്തുന്നു. തുടർന്ന് ആ മനുഷ്യൻ ഏഷ്യയുടെ കഴുത്തിൽ പിടിക്കുകയും ഭിത്തിയിൽ അടിക്കുകയും ചെയ്യുന്നു. ഇത് പൈപ്പുകൾ തകരാൻ കാരണമാകുന്നു. ഏഷ്യ ആ മനുഷ്യനെ തിരിച്ചു പിടിച്ച് അവന്റെ തല തകർന്ന പൈപ്പിൽ തറയ്ക്കുന്നു. മറ്റ് കൾട്ടംഗങ്ങളും പുനരുജ്ജീവിക്കുമ്പോൾ ലില്ലി സാത്താനോട് സഹായം ചോദിക്കുന്നു. പന്നിയുടെ തല അവളുടെ തലയെ മൂടുകയും അതിലെ അവയവങ്ങൾ അവളുടെ ചർമ്മത്തിൽ തുളച്ചുകയറുകയും ചെയ്യുന്നതിലൂടെ ലില്ലിക്ക് അതിന്റെ ശക്തി ലഭിക്കുന്നു. ലില്ലി ഏഷ്യയെ ആക്രമിക്കുന്നു. ഒരു പുതിയ പോരാട്ടം ആരംഭിക്കുന്നു. ലില്ലിയുടെ ശരീരം ഇപ്പോൾ വേഗതയുള്ളതും ശക്തവുമാണ്. പക്ഷേ ഏഷ്യ അവളുടെ ശരീരത്തിൽ നിന്ന് പന്നിയുടെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്നു. കുറച്ചുനേരം കൂടി പോരാടിയ ശേഷം പന്നി ഏഷ്യയുടെ കത്തി കടിച്ചു മാറ്റുകയും അവളുടെ തോളിൽ കുത്തുന്നു. തുടർന്ന് ലില്ലി മരിയയുടെ ശബ്ദം ഉപയോഗിച്ച് ഏഷ്യയെ കുറ്റബോധത്തിലാക്കുന്നു. ദേഷ്യം വന്ന ഏഷ്യ പന്നിയുടെ മൂക്കിൽ പിടിച്ച് ചാടി ലില്ലിയുടെ ശരീരത്തിൽ നിന്ന് തല നീക്കം ചെയ്യുന്നു. ലില്ലി ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഏഷ്യ പന്നിയുടെ തലകൊണ്ട് അവളെ അടിക്കുകയും അവൾ വടിയിൽ തറയ്ക്കപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് മരിയയെ തിരികെ വേണമെന്ന് ഏഷ്യ പറയുന്നു. മറ്റൊരു ബലിക്ക് പകരമായി അവളെ തിരികെ കൊണ്ടുവരാമെന്ന് സാത്താൻ വിശദീകരിക്കും. ഏഷ്യ പന്നിയുടെ തലയിൽ ഗ്യാസ് ഒഴിച്ച് തീയിടുന്നു. പേരുകൾ കത്തിയമരുമ്പോൾ മുറിയിലുള്ള എല്ലാ കൾട്ട് അംഗങ്ങളും മരിക്കുന്നു. തുടർന്ന് ഏഷ്യ കത്തുന്ന തല ഒരു വണ്ടിയിൽ വെച്ച് മറ്റൊരു നിലയിലേക്ക് അയക്കുന്നു. അത് ഷാഫ്റ്റിൽ വീണ് പൊട്ടിത്തെറിക്കുന്നു. മരിയയുടെ ശരീരം കൈകളിലേന്തി മറ്റ് കൾട്ട് അംഗങ്ങളോടും ജോലിക്കാരോടും പോകാൻ ഏഷ്യ പറയുന്നു. തുടർന്ന് അവൾ ലില്ലിയുടെ കീകാർഡ് ഉപയോഗിച്ച് മുൻവാതിൽ തുറക്കുന്നു. പുറത്ത് ഇൻവെസ്റ്റിഗേറ്റർ തന്റെ കാറിൽ അവൾക്കായി കാത്തുനിൽക്കുന്നു. ഏഷ്യ മരിയയെ പിൻസീറ്റിൽ കിടത്തുമ്പോൾ തന്റെ സഹോദരിക്കും തന്നെപ്പോലെയുള്ള ബേർഡ് ടാറ്റു ഉണ്ടെന്ന് അവൾ കണ്ടെത്തുന്നു. ഏഷ്യ പന്നിയുടെ തൊലി പുറത്തെടുക്കുകയും തന്റെ പേര് മരിയയുടേതാക്കി മാറ്റിയെന്നും വെളിപ്പെടുത്തുന്നു. ഇതോടെ മരിയയുടെ മുറിവ് ഉണങ്ങുകയും അവൾ ജീവനിലേക്ക് തിരിച്ചുവരികയും ചെയ്യുന്നു. ആരാധനാലയം പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ഇൻവെസ്റ്റിഗേറ്റർ അവരെ തന്റെ കാറിൽ കൊണ്ടുപോകുന്നു.
ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനുകൾ ഓൺ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.